ദൈവത്തിന് മഹത്വം. ഇരിക്കുന്നതിനും ഇരുന്നതിനും വരുവാനിരിക്കുന്നതിനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ ഏവർക്കും 2026 ജനുവരി 1-ാം തീയതി ഈ പുതുവർഷ ആശംസകളോടെ ജെറുസലേം മിഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യേശു ആര് എന്ന് നാം ചിന്തിച്ച് വരുന്നതിലെ പുത്രത്വത്തിലെ രണ്ടാം സംജ്ഞയാകുന്ന മനുഷ്യപുത്രൻ എന്നതിലെ രണ്ടാമത്തെ വീഡിയോ ആണല്ലോ നാം ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നാം ബേത്ലഹേമിലേക്ക് ഇടയന്മാർ ചെന്ന കാര്യം നാം ചിന്തിക്കുകയുണ്ടായി. അതെ, അവിടെ സന്ദർശകരാലും അവരുടെ ബഹളത്താലും ശബ്ദമുഖരിതം, ആ ശബ്ദമുഖരിതമായിട്ടുള്ള ബേത്ലഹേമിൽ പുതുതായി ജനിച്ച ശിശുവിൻ്റെ കരച്ചിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. എന്നാൽ ആ അനർഘ നിമിഷങ്ങൾ അറിയപ്പെടാതെ പോകാൻ ദൈവം അനുവദിച്ചില്ല. നാം മുൻപ് ചിന്തിച്ചതുപോലെ ദൈവദൂതൻ്റെ പ്രത്യക്ഷതയും ആകാശത്തെ മാലകന്മാരുടെ പാട്ടും കേട്ട ആട്ടിടയന്മാർ ബേത്ലഹേമിലെ നിശ്ചിത പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ കണ്ട് വണങ്ങി. ഇതിന് അനുബന്ധമായി കിഴക്ക് നിന്ന് ചില വിദ്വാൻമാർ ഈ ശിശുവിനെ തേടി ഇറങ്ങിക്കഴിഞ്ഞു. കിഴക്കെന്ന് പറയുമ്പോൾ പാലസ്തീൻ്റെ കിഴക്ക് അറേബ്യ, പേർഷ്യ അഥവാ ഇറാൻ, ബാബിലോൺ, മെസപ്പൊട്ടേമിയൻ രാജ്യങ്ങൾ, ഇന്ത്യ, ചൈന, മറ്റു ചില രാജ്യങ്ങളെ കൂടി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. യേശു ജനിച്ചതറിഞ്ഞ് അഥവാ യഹൂദന്മാരുടെ രാജാവായി പിറന്നിരിക്കുന്നു ഒരുവൻ എന്നതറിഞ്ഞ് വിദ്വാൻമാർ 100-1000 മൈലുകൾ യാത്ര ചെയ്താണ് അവിടേക്ക് ചെന്നെത്തിയതെന്ന് നിരീക്ഷകന്മാർ വിലയിരുത്തുന്നുണ്ട്. അവർ ജാതികളാണ്. മാഗി അല്ലെങ്കിൽ വൈസ്മാൻ എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. ഇവർ ജ്യോതിഷം, വൈദ്യം, പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പ്രാവീണ്യം ലഭിച്ചവരാണ് ഈ ജ്ഞാനികളുടെ കൂട്ടം. അവർ 3 പേരെ ആകണമെന്നില്ല, 2 ചിലപ്പോൾ 1 കൂട്ടം ആളുകളോ ആയിരിക്കാം എന്നാണ് നിരൂപകന്മാർ കരുതുന്നത്. ജെ.സി. ഏബറും അപ്രകാരം വിലയിരുത്തുന്ന ഒരു അന്വേഷകനാണ്. കാരണം ഒട്ടകപ്പുറത്തോ മറ്റോ ഒരു നക്ഷത്രത്തെ മാത്രം അടയാളം നോക്കി യാത്രാ സൗകര്യങ്ങളോ വിശ്രമ സങ്കേതങ്ങളോ നിശ്ചയമില്ലാതെ സാഹസികമായി അവർ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവേ ജനിച്ചിരിക്കുന്നു. അവർക്ക് യഹൂദ നാട്ടിൽ എത്തണമെന്ന് അറിവുണ്ടാകും. എന്നാൽ യാത്ര എത്ര നാൾ എന്നത് അറിവില്ല. എന്തൊക്കെ കടമ്പകൾ അഥവാ പ്രതിബന്ധങ്ങൾ യാത്രയിൽ ഉണ്ടായിരിക്കുമെന്നും അറിഞ്ഞുകൂടാ. ആകയാൽ പൊന്ന്, മൂര്, കുന്തിരിക്കം എന്ന 3 കാഴ്ച വസ്തുക്കളുടെ മാത്രം എണ്ണമെടുത്ത് 3 പേരാണ് യാത്ര ചെയ്തത് എന്ന് ചിന്തിക്കരുത്. പ്രകൃതിക്ഷോഭങ്ങൾ, തസ്കരന്മാർ, കാട്ടുമൃഗങ്ങൾ, അങ്ങനെ എന്തിനെല്ലാം അവർ അതിജീവിക്കണം. അതിനാൽ തന്നെ 3 പേരല്ല, 1 കൂട്ടമാകാം വിദ്വാൻമാർ എന്നത് ചിന്തിക്കേണ്ടതാണ്. ഏകദേശം 1.5-2 വയസ്സായ യേശു കുഞ്ഞിനെയാണ് അവർ ഒരു വീട്ടിൽ ചെന്ന് കണ്ടത്. അത്രയും നാൾ വേണ്ടി വന്നു ആ വിദ്വാൻമാരുടെ ഈ യാത്രയ്ക്ക്. ഈ യാത്ര ഒരു ക്രിസ്ത്യാനി പാഠമാക്കേണ്ടതാണ്. സകല ചുറ്റുപാടുകളും മറന്ന് അബ്രഹാം യാത്ര തിരിച്ചു കാണാത്ത ദേശത്തേക്ക്. ഇതാ വിദ്വാൻമാർ തങ്ങളറിയാത്ത ശിശുവിൻ്റെ അടയാള നക്ഷത്രം മാത്രം കണ്ട് എല്ലാം മറന്ന് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ തയ്യാറായി പോകുകയാണ്. പ്രിയ ക്രിസ്ത്യാനി, നമ്മുടെ യാത്ര എങ്ങനെ ഇരിക്കുന്നു? ഒരു ഔട്ട്റീച്ച് വർക്കിന് പോകുമ്പോൾ, ചില സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു വരാനല്ലേ
തിടുക്കം. കഴിഞ്ഞ വീഡിയോയിലെ ആട്ടിടയന്മാരുടെ പ്രകൃതം നമുക്കുണ്ടാകണം. മിക്കവാറും യഹൂദ മതാനുസാരികളായ അവർ ദൂതൻ്റെ അറിയിപ്പ് വന്നയുടനെ ആടുകളെ ആലയിൽ തന്നെ വിട്ട് ശിശുവിനെ കാണാൻ പോയി. നമസ്കരിച്ചു, ആരാധിച്ചു. സർവജനത്തിനുമുള്ള മഹാസന്തോഷം. അതിൽ എന്തിരിക്കുന്നു? അതെല്ലാ ജനത്തിനും വേണ്ടിയല്ലേ? ഞങ്ങൾക്ക് യെരൂശലേമുണ്ട്, ദൈവാലയമുണ്ട്, യാഗങ്ങളും സകലവും ഉണ്ട്, സർവ്വജനത്തിനും വേണ്ടിയുള്ളത്. അപ്പോൾ മറ്റാരെങ്കിലും പോയി കാണട്ടെ എന്നിടയന്മാർ അടക്കം പറഞ്ഞില്ല, നിരാകരിച്ചില്ല. വരിക, നാം ബേത്ലഹേമോളം പോകാം എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ വിദ്വാൻമാരും നക്ഷത്രം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ്റെ ആണല്ലോ, ഞങ്ങൾക്കിതിലെന്ത് എന്ന് ചിന്തിച്ചില്ല. അവർ ജ്ഞാനികളായതിനാൽ അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല. നക്ഷത്ര കാഴ്ചയിലൂടെ അവരുടെ ചിന്തയുടെ മണ്ഡലം ഉണർന്ന് ഉത്സാഹഭരിതരായി. യഹൂദന്മാരുടെ രാജാവെങ്കിൽ അങ്ങനെ തന്നെ. ആ അതിശയകരമായ ജന്മത്തെ കണ്ട് സായുജ്യം അടയണം, കുമ്പിടണം. പ്രിയമുള്ളവരെ, ബഹുമാന്യരെ, നാം ഈ ജന്മത്തെ മനുഷ്യപുത്രനായി വന്ന യേശുവിനെ മനസ്സ് തുറന്ന് ആരാധിച്ചിട്ടുണ്ടോ? അവിടുന്ന് ആരാണെന്നറിഞ്ഞ് ശരിയാമണ്ണം അറിഞ്ഞോ? ആരാണെന്ന് അറിയാമോ? ഇതാ കിഴക്ക് നിന്ന വിദ്വാൻമാർ, മാഗി അഥവാ വൈസ്മെൻസ് എന്ന് അറിയപ്പെടുന്നവർ എത്ര ദൂരങ്ങൾ താണ്ടി പേർഷ്യ അഥവാ ഇറാൻ, ചൈന, മറ്റ് മെസോപ്പൊട്ടേമിയൻ രാജ്യങ്ങൾ, ചിലർ ചിന്തിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നായിരിക്കാം ചിലർ ചിന്തിക്കുന്നു അവർ പുറപ്പെട്ടത് എന്ന്. പ്രിയ സ്നേഹിതരെ, ബഹുമാന്യരെ, അവരെ വിദ്വാൻമാരായിരുന്നു, ജ്ഞാനികളായിരുന്നു, നിസ്സാരരായ ശാസ്ത്രജ്ഞരല്ല, വാനശാസ്ത്രജ്ഞരാണ്. അതുകൊണ്ട് ഈ യേശുവിനെ എതിർക്കാൻ ശ്രമിക്കാതെ ബുദ്ധി കൈവരിക്കുക. മജീഷ്യൻ എന്ന പദം മാഗി എന്ന വാക്കിൽ നിന്നും ഉണ്ടായതത്രേ. ഇവർ രാജാക്കന്മാരല്ല, രാജസദസ്സിൽ വിദ്വാൻമാർ അഥവാ ആലോചനക്കാരായി വിളങ്ങുന്നവരാണ്. വിദ്വാൻമാർ യെരൂശലേമിലെത്തി അവിടെ ക്രൂരനായൊരു രാജാവിനെ കണ്ടു, ഹേരോദാവ്. ഇന്ന് പല ക്രിസ്ത്യാനികളും നേതാക്കന്മാരും വഴിതെറ്റിരിക്കുന്ന പോലെ നഗരവും പ്രൗഢിയും നോക്കി അത് തോന്നിയിട്ട് വിദ്വാൻമാർ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ ചെല്ലുകയാണ്. ഹേരോദാവ് പരിഭ്രമിച്ചു. അയാൾ മഹാപുരോഹിതനെയും വേദശാസ്ത്രികളെയും വിളിച്ചു. അവർ പഴയ നിയമ ലിഖിതങ്ങളെ പരിശോധിച്ച് യഹൂദ്യയിലെ ബേത്ലഹേമിലാണ് ശിശു ജനിക്കുന്നത് എന്നുള്ളത് തിട്ടമാക്കി തീർച്ചയാക്കി. തൻ്റെ പരിഭ്രമം പുറത്തു കാണിക്കാതെ ഹേരോദാവ് വിദ്വാൻമാരോട് കൗശലം പറഞ്ഞു, നിങ്ങൾ പോയി ശിശുവിനെ കണ്ടെത്തിയാൽ മടങ്ങി വന്ന് അറിയിപ്പേൻ, എനിക്കും അവനെ നമസ്കരിക്കണം. ഹേരോദാവ് ഊറിച്ചിരിക്കുകയാണ്. അകത്തളങ്ങളിൽ പോയി പൊട്ടിച്ചിരിച്ചു കാണും. കാരണം ആ നിഷ്ഠൂരനായ ഭരണാധിപതിയൻ ആൻറ്റിപ്പട്ടറിൻ്റെ മകനാണ്. ഇദൂമിയ വംശക്കാരനാണ് ഏശാവിൻ്റെ വംശം. തൻ്റെ അമ്മ കുപ്രോസ്കാരിയായ ഒരു അറബിയക്കാരിയാണ്. താൻ റോമാക്കാരുടെ പ്രീതി സമ്പാദിച്ചാണ് രാജാവായി വിലസുന്നത്. പീലാത്തോസിനറിയ ഒരു മാനസിക നില തെറ്റിയ ഒരു മനുഷ്യനാണ് ഹേരോദാവ്. ക്രൂരനാണ്. ഇവൻ ജനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ല എങ്കിലും ഭരണത്തെ തൻ്റെ മേൽക്കോപിയെ അവൻ ധിക്കരിക്കുന്നില്ല. നികുതി പണമൊക്കെയും യഥാസമയം എത്തിക്കുകയും റോമയോട് വളരെ കൂറ് പുലർത്തുകയും ചെയ്യുന്ന ഒരു ഇടപ്രഭുവാണ് ഹേരോദാവ്. അപ്പം പിന്നെ അതുകൊണ്ട് പീലാത്തോസ് അത് മൗനമായി അത് കണ്ണടച്ച് ഹേരോദാവിൻ്റെ ഈ ചെയ്തികളെ തന്നെ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. മാത്രമല്ല തൻ്റെ ഭാര്യ മിര്യാമിനെയും 3 മക്കളെയും ഹേരോദാവ് നിഷ്കരണം കൊല ചെയ്തിട്ടുണ്ട്. തൻ്റെ മരണദിവസം വലിയ വിലാപമുണ്ടാകുവാൻ യഹൂദ പ്രഭുക്കന്മാരെ വിളിച്ചു വരുത്തി കൊല ചെയ്ത് കളഞ്ഞു. തൻ്റെ അധികാരത്തിനും ഭരണത്തിനും ആര് ഭീഷണിയായാലും അവരെ നിഷ്കരണം കൊന്നിട്ടുണ്ട്. എങ്കിൽ ഈ ചെറു പൈതൽ അയാൾ ധാർഷ്ട്യം പുറത്ത് കാണിക്കാതെ പല്ല് ഞെരിച്ചു കാണും.
നമുക്ക് വേദഭാഗം അറിയാം. സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് വിദ്വാൻമാർ മറ്റൊരു വഴിയായി സ്വദേശത്തേക്ക് മടങ്ങി. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഇടപെട്ടിട്ടുള്ളപ്പോൾ വചനത്തിലൂടെ, സ്വപ്നത്തിലൂടെ, ആത്മാവ് നമ്മൾ സംസാരിച്ചിട്ടുള്ളപ്പോൾ, ഒരു പ്രസംഗത്തിലൂടെ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ക്രിയയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് ദൈവം നമ്മളെ സ്പർശിക്കുമ്പോൾ അതിനെ അറിയാതെ പോകുന്ന മനോഭാവങ്ങളെ മാറ്റിയിരുത്തിക്കൊണ്ട് ഈ പുതുവർഷത്തിൽ ഞാൻ യേശുവിന് വേണ്ടി ഇന്നതൊക്കെയാകും, ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ഇന്നതുപോലൊക്കെ ആയിത്തീരുമെന്നുള്ളൊരു പ്രതിഷ്ഠ ഇന്നലെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ദൈവാലയങ്ങൾ കൂടി ക്രിസ്ത്യാനികളെ, ക്രിസ്ത്യൻ്റെ പത്രങ്ങളെ ഞാൻ മാറും. എൻ്റെ ഭവനത്തിൽ, സഭയിലെ, സമൂഹത്തിലെ, എൻ്റെ രാജ്യത്തെ ഞാനൊരു നല്ല ക്രൈസ്തവ പൗരനായി തീരും. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനൊരു നല്ലവനായി മാറും എന്ന് നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആ തീരുമാനത്തിലേക്ക് ഹല്ലേലൂയ ഒട്ടും സമയം കളയാതെ നമ്മുടെ അനുനിമിഷ ജീവിതത്തിൻ്റെ പ്രായോഗികതയിൽ നമ്മൾ പ്രവേശിക്കുന്നവരും വളരുന്നവരുമായി തീരുവാൻ ഈ എളിയവനാകുന്ന ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അതെ, വിദ്വാൻമാർ മറ്റൊരു വഴിയായി സ്വദേശത്തേക്ക് മടങ്ങി. ഹെരോദാവ് കൂടുതൽ ക്രുദ്ധനായി. നോക്കുക, റാമയിൽ ഒരു മുടങ്ങ് കേട്ടു. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായികയാൽ അവൾക്ക് ആശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് യിരെമ്യാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ വചനം നിവൃത്തിയായി. യിരെമ്യാ 31:15. പൊന്ന്, മൂര്, കുന്തിരുക്കം വിദ്വാൻമാർ കാഴ്ചവെച്ചത് അവയാണല്ലോ. ഏകദേശം 2 വയസ്സ് പ്രായമായ യേശുവിനെ കണ്ടേ അവർ സാഷ്ടാംഗം വണങ്ങി. രാജത്വം, പൗരോഹിത്യം, പ്രവാചകത്വം. അതുകൊണ്ട് ഈ വിദ്വാൻമാരെ പോലെ ജ്ഞാനികളാകുക. ഈ രക്ഷകൻ സകല മാനവകുലത്തിൻ്റെയും രക്ഷകനാണ്. കാരണം മനുഷ്യൻ ഒന്ന് തന്നെയാണ്. ആണ്ടിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ജെറുസലേം മിഷൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് സമനിയെ നിർത്തുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് 3-ാം വീഡിയോ അടുത്ത് നമുക്കൊന്നിച്ച് ചിന്തിക്കാം. ദൈവം നമ്മളെ അതിനായി ഒരുക്കുമാറാകട്ടെ. നന്ദി.